ഹലോ ഗായ്സ്, അപ്പം നിങ്ങൾ എൻ്റെ പുറകെ കാണുന്നുണ്ടാവും. നമ്മളങ്ങനെ ഒരു തട്ടിക്കൂട്ട് വീട് അങ്ങനെ ഉണ്ടാക്കി. സോ ഇത് തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയതാണ്. എന്നാലും നമ്മളിത് തന്നെയായിരിക്കും നമ്മൾ ഫുള്ള് ബേസാക്കി എടുക്കാൻ പോകുന്നത്. നമുക്കിത് ഇവിടെയൊക്കെ കണ്ടോ, നിങ്ങൾ ഇവിടെയൊക്കെ കണ്ടോ, ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്യണം. അപ്പം എന്താ പറയുക, നമ്മളിത് ഇങ്ങനെ അകത്തോട്ട് കയറി ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്, പിന്നെ ഇവിടെ നമ്മളെ ബെഡ്റൂം, ഇവിടെ ഒരു ഫർണിച്ചർ, ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, അങ്ങനെയൊക്കെ നമ്മൾ സെറ്റാക്കി. പക്ഷേ നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാനിവിടെ ഒരു പണിയും ചെയ്യേണ്ടിയിരിക്കുകയാണെന്ന്. ഞാനിവിടെ ഫുള്ള് പണിയിലായിരുന്നു കേസ്. സോ അതായത് ഞാൻ ഇങ്ങോട്ട് പോയി കുറേ വുഡ് കളക്ട് ചെയ്ത്, സാൻഡ് കളക്ട് ചെയ്തു. ഇതാണ്ട് ഞാൻ ഇത്രയും ഫുഡ് ഒപ്പിച്ചു, പിന്നെ 6 ചെസ്റ്റ് ഉണ്ടാക്കി, അയണ്ണൊക്കെ വെച്ച് കുറേ സംഭവങ്ങൾ ഞാൻ ചെയ്തു. ഈ സാൻഡൊന്ന് സ്മെൽറ്റായിട്ട് വേണം നമുക്കവിടെ ഇത് വെക്കാൻ. അപ്പം ഇന്നത്തെ എൻ്റെ പണി ഇവിടെ എന്താണ്? ഇന്നത്തെ പണിയാണ് സ്റ്റോറേജ്. നിങ്ങളിതാ ഇങ്ങോട്ട് വന്ന് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഇത്രയും സാധനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ഞാനങ്ങനെ 6 ചെസ്റ്റ് ഉണ്ടാക്കി. ഇനി നമ്മളെ പണി സ്റ്റോറേജ് ഉണ്ടാക്കലാണ്. പിന്നെ ഈ വീട് വലിയ രസമൊന്നുമില്ല കാണാൻ. നമ്മളിവിടെയൊക്കെ ഒന്ന് ഡിസൈനൊക്കെ ചെയ്യും. ഇപ്പോൾ സമയമില്ല എന്തായാലും. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റോറേജ് അവിടെ ഉണ്ടാക്കും. അതാണ്. ഒറ്റ മിനിറ്റ്, ഞാൻ ആ ഗ്ലാസ് ഇപ്പോൾ ഒരു 5-6 ആയി കാണും. അയ്യോ ഇതെന്താ. സോ ഞാനതൊന്ന് എടുത്തിട്ട് ഇവിടെ ഒന്ന് കൊണ്ടുവെക്കട്ടെ ഗൈസ്. ഗ്ലാസ്സായോ? ഓക്കെ, 3 കിട്ടി. അതിങ്ങിയത് നമുക്കിത് ഗ്ലാസ് പെയിനാക്കാം. സോ പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ പിന്നെ ഇതാ ഇവിടെ ഫുൾ കോപ്പർ ആർമറിലോട്ട് മാറിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് ചെയ്തു. പിന്നെ നമുക്ക് ഒരു പ്രഷർ പ്ലേറ്റ് ഉണ്ടാക്കാം ഗൈസ്. പ്രഷർ പ്ലേറ്റ് എന്തിനാന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ വാതിലിങ്ങനെ തുറക്കാനൊന്നും വയ്യ. എനിക്ക് വാതിലൊക്കെ ഓട്ടോമാറ്റിക് ആണ്. സോ ഇതാണ്ട് അതിവിടെ കിടക്കട്ടെ. ഓക്കെ, അങ്ങനെ അത് റെഡി. ഇനിയിപ്പോൾ നമ്മളെ സ്റ്റോറേജ് എവിടെ വരണം? നമുക്ക് നമ്മുടെ സ്റ്റോറേജ് ഇപ്പോൾ ഏകദേശം എന്താണ്ട് ഇവിടെ ഒരു ചെറിയൊരു മല കാണുന്നുണ്ട്. നമുക്കിവിടെ തുറന്നിട്ട് ഇവിടേക്ക് അങ്ങ് സ്റ്റോറേജ് ഉണ്ടാക്കണോ, അത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കാം. ഓക്കെ, ഞാൻ കിട്ടിയ ഗ്ലാസ് എടുത്തിട്ട് ഇവിടെ അങ്ങ് കൊണ്ടുവെക്കാം. ഓക്കെ, ഇവിടെ 1 ഇവിടെ 2 ഇവിടെ, ഒന്നിന് ഇതാ ഇവിടെയും കൂടെ വെക്കാം. ഇനി ഒന്നിതാ ഇവിടെയും കൂടെ ഒന്ന് വേണം. സോ അപ്പം അതുമായിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ അതും കിട്ടി. പിന്നെ നമുക്ക് ഈ ഗ്ലാസ് എടുത്ത് ഇവിടെ ഒന്ന് വെക്കാം. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ ഇവിടെയും കൂടെ വെച്ചാൽ അങ്ങനെ അത് കംപ്ലീറ്റായി. ഓക്കെ, ഞാനിതാ ഇങ്ങനെ നിങ്ങൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയ റൂം റെഡിയാക്കി. ബട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ചെയ്തിട്ടില്ല. സോ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ ഇവിടെ ചെസ്റ്റ് അടുക്കി വെക്കാം. 1 2 1 2 1 2. ഇതാണ് നമുക്ക് ഇത്ര 3 ചെസ്റ്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഐറ്റം ഫ്രെയിമാണ്. ഐറ്റം ഫ്രെയിം വെച്ചിട്ട് നമുക്ക് അതിനെയൊക്കെ ഒന്ന് ലേബിൾ ചെയ്യണം. എന്തൊക്കെ ഐറ്റം? മെയിനായിട്ട് ഇത്ര ഐറ്റങ്ങളാണ്. രാത്രിയാവുന്ന എനിക്ക് കിടക്കണം. സോ എൻ്റെ കയ്യിൽ ലെതർ ഉണ്ട്, 3 സ്റ്റിക്ക് ഉണ്ട്. നോക്കാം. സോ അങ്ങനെ നമുക്കിവിടെ ഐറ്റം ഫ്രെയിം ഉണ്ടാക്കാം. ഐറ്റം ഫ്രെയിം ഉണ്ടാക്കാം. ലെതർ ഇവിടെ വെക്കുക. സ്റ്റിക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ ഗൈസ്. എൻ്റെ വുഡ് തീരല്ലേ. ഓക്കെ, കുറച്ച് ചെറിയ ബ്ലോസ്റ്റിൻ്റെ വുഡുണ്ട്, അത് എടുത്തേക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് കുറച്ച് സ്റ്റിക്കും ഉണ്ടാക്കി. ഈ ലെതർ എടുത്ത് ഇവിടെ വെച്ച്, ഞാൻ തന്നെ ഇവിടെ റെസിപ്പി ഇവിടെ അതാണ്ടേ. ഓക്കെ, ഒരെണ്ണോ വാട്ട്? അയ്യോ ഗൈസ്, സ്റ്റിക്ക് തന്നു. അപ്പം നമുക്ക് നന്നായിട്ട് സ്റ്റിക്ക് വേണം. എല്ലാം ഇങ്ങോട്ട് പോരട്ടെ. സ്റ്റിക്ക് ഫുള്ള് വരട്ടെ. ഓക്കെ, 2 ഐറ്റം ഫ്രെയിമും കൂടി ഉണ്ടാക്കിയാൽ നമുക്ക് വേണ്ടത്രയായി. ഇനി നമുക്ക് നേരെ മുറുങ്ങുറാവാം. ഓക്കെ, രാവിലെയായി. ഇനി നമുക്ക് നേരെ ഇത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് ലേബൽ ചെയ്യാം. സോംബി ഒന്നും ഉണ്ടാവുമോ? നേരത്തെ കുറേ വട്ടം ഇവിടെ വന്ന് ക്രീപ്പർ പൊട്ടിത്തെറിച്ച്. ഓക്കെ, ഒന്നിവിടെ. അയ്യോ സോംബി, മോനെ സോംബി അതാ വിച്ചൊക്കെ അവിടെ നിൽക്കുന്ന കേസ്. ഓടാ. ഇവന്മാരെയൊക്കെ എന്താണ് കേസ് ചെയ്യേണ്ടത്? മനുഷ്യനിവിടെ സ്വൈര്യം തരില്ല. എന്തായാലും ആവട്ടെ, നമുക്ക് ഇവിടെ മൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ബ്ലോക്ക് വെക്കാം. ഇപ്പുറത്ത് നമുക്ക് ഈ വുഡ് കാര്യങ്ങൾ വെക്കാം. ഇവിടെ ഇപ്പോൾ എന്താ വെക്കുക? ഇവിടെ ഉണ്ട് പൊട്ടാറായ പിക്കാക്സ്, ആർമർ കാര്യങ്ങൾ, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ. ഇനി നമുക്ക് ഫുഡൊക്കെ വെക്കാൻ വേണം. അതിന് നമുക്ക് ചെസ്റ്റ് വേണമെങ്കിൽ മരം വേണം. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ ചെസ്റ്റ് അങ്ങ് ഉണ്ടാക്കാം. ഇതെല്ലാം കൊണ്ട് വെക്കണം. കുറച്ചുകൂടെ ചെസ്റ്റ് എടുക്കണം. നീയൊക്കെ ഇങ്ങോട്ട് പോന്നേക്ക് വാ.
നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാം ഗൈസ്. എനിക്ക് കുറേ സാധനങ്ങൾ വാല്യുബിൾ പെട്ടി വേണം, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വേണം. അപ്പോൾ നമുക്ക് ഒരു 9 ചെസ്റ്റും കൂടി അങ്ങ് ഉണ്ടാക്കിയേക്കാം. 9 വേണോ 6 മതി? ഓക്കെ, ഡബിളാക്കാം. 20 മതിയായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വെച്ചോക്കാം. 2 അറ്റത്തും കൂടി ഇരുന്നോട്ടെ. തുറക്കല്ലടാ. ഇനി നമുക്ക് ലെതറിൻ്റെ ആവശ്യമുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ലേബൽ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ നേരെ കൊണ്ടുപോയിട്ട് ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കട്ടെ. ഫസ്റ്റ് ഇവിടെ ഞാനെല്ലാം സോർട്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. ഞാൻ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ക്രീപ്പർ വന്ന് പൊട്ടി, വാതിലും മാറ്റി. ക്രീപ്പറിനെയും കൊണ്ട് ഞാൻ തോറ്റി. ഇപ്പം തന്നെ എൻ്റെ മുകളിൽ ഒരു സ്കെലട്ടൻ എന്നെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കി, അവൻ അവിടെ എവിടെയോ ഉണ്ട് മുകളിൽ. കാണിച്ചരാ. അതാണ്ട് ഗൈസ്, ഇവന്മാരെ കൊണ്ടൊന്നും ഒന്നും നടക്കില്ല. ഇവന്മാരൊക്കെ എന്നെ ഇങ്ങനെ ചൊറിയാന്നല്ലാണ്ട് ഇവന്മാർക്കൊന്നും ഒരു പണിയില്ല. സോ നമുക്ക് ഈ വുഡും നേച്ചറിൻ്റെ ഐറ്റങ്ങളും ഒക്കെ അങ്ങ് എടുക്കാം. അയണും ഒക്കെ അങ്ങ് പോരട്ടെ. അയ്യോ. സോ ഈ കല്ല്, വൂള്, ട്രാപ്പ് ഡോറ്, സ്റ്റെയർ, പൂവ്, ഇതെല്ലാം കുന്ത്രണ്ട് ഇങ്ങോട്ട് പോരട്ടെ. നമുക്ക് ഈ പെട്ടി ഇവിടെ ഒഴിച്ചിടും. നമുക്ക് വാല്യുബിൾ പെട്ടി അങ്ങാണ്ട് ആക്കാം. നോക്കി, അതാണ് നമ്മളെ വാല്യുബിൾ പെട്ടി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സോ ഈ വുഡ് വരുന്നതിൻ്റെ ഐറ്റത്തിൽ ഞാൻ ഈ വുഡൊന്ന് വെച്ചിട്ട് കാണാം. ഓക്കെ, ഞാനങ്ങനെ അതും ചെയ്തു. അങ്ങനെ അവനെ നമ്മളങ്ങ് ഡീസ്പോൺ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരത്തോട്ട് പോയതാണ്. ഇതൊക്കെ ഇവിടെ ഫുള്ള് ആരോ വിട്ടവൻ നശിപ്പിച്ച്. സോ അപ്പോൾ ഇതാണ്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് മൂബിനെ കൊല്ലുമ്പോൾ കിട്ടുന്ന ലൂട്ട്, ഇവിടെ ഇങ്ങനത്തെ നേച്ചറായിട്ടുള്ള ഐറ്റം ഫുഡും വെക്കും. ഇവിടെ മൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ബ്ലോക്ക്, ഇവിടെ വുഡ്, പിന്നെ ഇവിടെ നമ്മൾ ആർമർ, പിന്നെ ഇങ്ങേ അറ്റത്ത് നമ്മളെ അയണ്, ഡയമണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ, അങ്ങനെ ഇതാണ്ട് നമ്മളെ ചെറിയൊരു തട്ടിക്കൂട്ട് സ്റ്റോറേജ് ഇവിടെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള പണി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഇതിൻ്റെ ചുറ്റും കണ്ടോ ഒരുമാതിരി അലമ്പായിട്ടാണ് നിൽക്കുന്നത്. സോ അപ്പം ഗൈസ്, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പം നമുക്ക് അടുത്തൊരു എക്സ്പ്ലൈറ്റ് വരാം. ടാറ്റ ബൈ ബൈ. ക്ഷമിക്കണം, അടുത്ത എപ്പിസോഡുമായിട്ട് വരാം. ടാറ്റ.